മുമ്പ് ആ 3 വാർഡുകളുടെയും ബാത്റൂമുകൾ പുറത്താണ്, ആ വാർഡുകളുടെ പുറത്താണ് നിർമ്മിക്കപ്പെട്ടിരുന്നത്. പിന്നീട് ഈ 3 വാർഡുകൾ നവീകരിച്ചു കഴിഞ്ഞപ്പോൾ ബാത്റൂമുകൾ അതേ 3 കെട്ടിടങ്ങളുടെ ഉള്ളിലാക്കി. ആധുനീകരിക്കപ്പെട്ട ബാത്റൂമുകൾ 10, 11, 14 വാർഡുകളിൽ അവിടെ. സാധാരണഗതിയിൽ ആ ആശുപത്രിയിൽ വിടുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഈ 3 വാർഡുകളിലും അത് ഉപയോഗിക്കാനുള്ള സൗകര്യമുണ്ട്. മെഡിക്കൽ കോളേജിലെ എല്ലാ വാർഡുകളിലും ഇൻസൈഡിലാണ് ബാത്റൂം. ഒരു വാർഡിൽ നിന്നും പുറത്തു ബാത്റൂമിൽ പോകേണ്ട ഒരു കാര്യവും മെഡിക്കൽ കോളേജിൽ ഇല്ല. ആ നിലയിലാണ് മെഡിക്കൽ കോളേജിലെ എല്ലാ ബാത്റൂമുകളും കൈകാര്യം ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മുമ്പ് ഉപയോഗിക്കപ്പെട്ടിരുന്ന ഈ വാർഡുകളുടെ പുറത്തുണ്ടായിരുന്ന പഴയ കെട്ടിടത്തിന്റെ ബാത്റൂമുകൾ ഉപയോഗമില്ലാതെ കിടക്കുകയായിരുന്നു. അത് ഉപയോഗിക്കപ്പെടാത്ത ഭാഗമാണ്. പക്ഷേ ദാരുണമായി ഈ വീട്ടമ്മ അവിടെ ആ ബാത്റൂം ഉണ്ടായിരുന്നത് ഉപയോഗിക്കാൻ അവരുടെ സ്വകാര്യമായി പോയിട്ടുണ്ടാവാം. അത് ആരുടെയും ശ്രദ്ധപ്പെട്ടിരുന്നില്ല. ഇത് നിലംപതിച്ചപ്പോ അവിടെ തൊട്ടടുത്തുണ്ടായിരുന്ന 2 പേർക്ക് പരിക്ക് പറ്റി എന്നുള്ള യാഥാർത്ഥ്യം. പരിക്ക് പറ്റിയവരിൽ നിന്നും ഓടിക്കൂടിയവരിൽ നിന്നും മനസ്സിലാക്കിയവരനുസരിച്ച് മറ്റാരെങ്കിലും ഇതിൽ ഉൾപ്പെട്ടതായിട്ട് സമീപത്തുണ്ടായിരുന്ന ഒരാൾക്കും ബോധ്യമായില്ല. മന്ത്രിമാരവിടെ ചെല്ലുമ്പോൾ ഉദ്യോഗസ്ഥന്മാര്, ജീവനക്കാര്, അവിടെയുള്ള മറ്റു രോഗികൾ, കൂട്ടിരിപ്പുകാർ പറയുന്ന വിവരമാണ് മന്ത്രിമാർക്കുള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തമായൊരു കാര്യം, മന്ത്രിമാർ ഇവിടെ ആരോടും അവകാശവാദം ഉന്നയിക്കുകയോ വാദിക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല. ആരെങ്കിലും ഒരാൾ ആ അപകടത്തിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ, അതിന്റെ ഭാഗമായി അവിടെ കെട്ടിടത്തിന് അടിയിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ രക്ഷിക്കാനുള്ള എല്ലാവരും ശ്രമിക്കുക. പക്ഷെ കെട്ടിടം തകർന്നു വീണതിനിടയിൽ ഇപ്രകാരം ആരെങ്കിലും പെട്ടതായി ഒരാൾക്കും സംശയം തോന്നുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. നിർമ്മാണ പ്രവർത്തനം നടക്കുക, ഏതെങ്കിലും തൊഴിലാളികൾ അവിടെയുണ്ട്. അല്പനേരം കഴിഞ്ഞിട്ടാണ് ഈ മരിച്ചയാളുടെ ഭർത്താവ് തന്റെ ഭാര്യയെ കാണുന്നില്ല, ഫോണിൽ വിളിച്ചത് കിട്ടുന്നില്ല എന്നൊരു പരാതി ഉയർന്നു വരുന്നത്. സ്വാഭാവികമായി യന്ത്ര സംവിധാനങ്ങൾ വെച്ചുള്ള പരിശോധനയിലേക്ക് കടന്നു. അപ്പോഴാണ് മൃതദേഹം കാണാനിടയായത്. ഇതൊന്നും ഏതെങ്കിലും തരത്തിൽ മന്ത്രിമാരുടെയോ മറ്റാരുടെയോ അനാസ്ഥ മൂലം സംഭവിച്ചിട്ടുള്ളതല്ല. ഉപയോഗക്ഷമമല്ലാതെ മാറ്റിയിട്ടിരുന്നൊരു കെട്ടിടം. അവിടുത്തെ രോഗികളുടെ സൗകര്യത്തിന് വേറെ ബാത്റൂമുകൾ ഉണ്ട്. അതാണ് ഓരോ വാർഡിലും അഡ്മിറ്റ് ചെയ്യപ്പെട്ട രോഗികൾ ഉപയോഗിക്കാവുന്ന അധികാരികൾ ധരിക്കുന്നത്. 10ാം വാർഡിൽ അഡ്മിറ്റ് ചെയ്യുന്ന രോഗികളും ബന്ധുക്കളും അവിടുത്തെ ബാത്റൂം ഉപയോഗിക്കും. 11ാം വാർഡിലെ അവിടുത്തെ രോഗികളും ബന്ധുക്കളും ഉപയോഗിക്കും. അതിന് പുറത്തൊരു ബാത്റൂമിന്റെ ഉപയോഗത്തിലേക്ക് ആരെങ്കിലും പോകുമെന്ന് അധികൃതരും ധരിച്ചിട്ടുണ്ടാവില്ല. അനിൽകുമാർ, ഒരു കാര്യം ഇതിൽ എന്താന്ന് വെച്ചാൽ, ഇവര് 1-ാം തീയതി മുതൽ ആശുപത്രിയിൽ ബിന്ദുവും മകളും ഉണ്ട്. അവരെ മകളുടെ ചികിത്സയ്ക്കായി ഉള്ളതാണ്. അപ്പോൾ മകൾ പറഞ്ഞിട്ടാണ് അമ്മയെ കാണുന്നില്ല എന്നുള്ളൊരിത് പറഞ്ഞതിന് ശേഷമാണ് അവിടെ ഒരു പരിശോധന പോലും നടക്കുന്നത്. അതുവരെ അപകടത്തിൽ 2 പേർക്ക് മാത്രമേ പരിക്കേറ്റുള്ളൂ എന്നായിരുന്നു 2 മന്ത്രിമാരും ഉറപ്പിച്ചു പറഞ്ഞത്. അതാണ് ഇപ്പോൾ അതിനിടയിലാണ് ഈ ഒരു മരണവാർത്ത പുറത്തു വരുന്നതും വാദങ്ങൾ വിവാദമാവുന്നതും. അതെ, അപ്പോൾ ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ, ബിന്ദു തന്നെ പറയുകയാണ് കാണുന്നില്ല. ഈ കെട്ടിട ഭാഗത്തേക്ക് ബാത്റൂം ഉപയോഗിക്കാൻ അമ്മ പോയി എന്നൊരു വിവരം ബിന്ദുവിനുണ്ടായിരുന്നു. നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ എന്റെ അമ്മ അവിടെ ബാത്റൂമിൽ പോയി, അവര് പെട്ടിട്ടുണ്ടാവാം എന്ന് ബിന്ദു പറഞ്ഞാൽ അവിടെയുള്ളവർ തപ്പില്ലേ? മന്ത്രിമാർ 20 മിനിറ്റ് കഴിഞ്ഞില്ല അവിടെ വരിക. മന്ത്രിമാർ വരും മുമ്പ് തന്നെ അവിടെ തപ്പേണ്ടതാണല്ലോ. അപ്പൊ ബിന്ദുവിന് പോലും അമ്മ ബാത്റൂമിലേക്ക് പോയി സംശയമില്ല. കാരണം ബിന്ദു അടക്കമുള്ളവർ ഉപയോഗിക്കുന്ന ബാത്റൂം ആ കെട്ടിടത്തിനകത്താണ്. അനിൽകുമാർ, ബിന്ദു എന്ന സ്ത്രീയാണ് ഈ കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ മരിച്ചത്. അവരുടെ മകളാണ് പറഞ്ഞത്. അതെ 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 ഞാൻ പറയുന്നത്, ബിന്ദുവിന്റെ മകൾ പറയട്ടെ എന്റെ അമ്മ അങ്ങോട്ട് പോയി. ബിന്ദുവിന്റെ മകൾ പറയട്ടെ എന്റെ അമ്മ അങ്ങോട്ട് പോയി, കെട്ടിടത്തള്ളിൽ കാണും. പക്ഷേ ഒരു കാര്യം, ഇതൊക്കെ ഇങ്ങനെ അപകടങ്ങൾ അവിടെ നടക്കുകയാണ്. ഈ കുട്ടി ഇവിടെ ചികിത്സയിലാണ്, അതിനിടയിലാണ് അപകടം സംഭവിക്കുന്നത്. സ്വാഭാവികമായും അറിയാൻ വൈകും. അവിടെ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ മകൾ കിടക്കുന്ന ആ വാർഡിലെ ബാത്റൂം എവിടെയാണെന്ന ചോദ്യം, പ്രധാനപ്പെട്ട ചോദ്യം. ആ കെട്ടിടത്തോടൊപ്പം കെട്ടിടത്തിനകത്താണ് ബാത്റൂം. പുറത്ത് ഉപയോഗശൂന്യമായ ഒരു കെട്ടിട ഭാഗത്തേക്ക് ഇവർ പോകുമെന്ന യാതൊരു ധാരണയും ഈ മകൾക്കുണ്ടായി. പക്ഷെ അതെങ്ങനെ പറയാൻ പറ്റും അനിൽകുമാർ? കാരണം ഈ ഒരു കാര്യത്തിൽ ഒരാൾ അവിടെ ഇപ്പോൾ 1-ാം തീയതി മുതൽ ചികിത്സയിലുള്ള ഒരു വ്യക്തി, അവരറിയാത്തൊരു സ്ഥലത്ത് പോയി അവർ ഈ വിശ്രമ ശുചിമുറിയിൽ പോകില്ലല്ലോ. കൃത്യമായ അറിവും അല്ലെങ്കിൽ മറ്റാൾക്കാർ പറഞ്ഞുള്ള അറിവ് കൊണ്ട് മാത്രമായിരിക്കുമല്ലോ ഒരു സ്ത്രീ അവിടേക്ക് പോവുക. അങ്ങനെ ഒരു ഉപയോഗത്തെ സംബന്ധിച്ച്, ഉപയോഗിക്കേണ്ട ആവശ്യകത സംബന്ധിച്ച് അവിടെ ഇല്ല. അത് കാരണം ഈ 3 ഒരേ നിരപ്പിലുള്ള 3 ഒരു കെട്ടിടത്തിൽ 3 നിലയാണല്ലോ, 10, 11, 14. ഈ 3 ബാത്റൂം നല്ല ചുമതലയുള്ളതാണ്.
പോകുമ്പോൾ പ്രതീക്ഷിക്കാവുന്നത് ഒരു കുറവുണ്ട്. ഈ പഴയ കെട്ടിടം പണ്ടേ പൊളിച്ചു കളയേണ്ടതായിരുന്നു. അത് വസ്തുതാപരമായി ശരിയാണ്. ശ്രീ അനിൽകുമാർ, കേൾക്കാമെങ്കിൽ ഒരു കാര്യം കൂടെ, എത്രത്തോളം ന്യായീകരിക്കാൻ ശ്രമിച്ചാലും ഇതിൽ വലിയൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അതെന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? കാരണം അത്രത്തോളം വൈകിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയതെന്ന് വ്യക്തമാണ്. നമുക്കത് ദൃശ്യങ്ങളിൽ നിന്നും എല്ലാ തെളിവുകളും അതിന് സാക്ഷികളായിട്ടുണ്ട്. എന്നിട്ട് പോലും അതിനെ ന്യായീകരിക്കുന്നത് എന്തുകൊണ്ട്? ആരാണ് ന്യായീകരിച്ചത്? ഒരു സ്ഥലത്ത് ഇപ്പൊ ഉദാഹരണമായിട്ട് അവിടെ ഒരു വാർഡിനകത്ത് 10 രോഗികൾ കിടക്കുന്നു. ആ വാർഡാണ് തകർന്നതെങ്കിൽ അതിൽ ഉൾപ്പെട്ട മുഴുവൻ രോഗികളെ സംബന്ധിച്ച് അന്വേഷിക്കില്ലേ? ഒരു വാർഡിലല്ല സംഭവം. വാർഡിന് പുറത്ത് 3 നില കെട്ടിടത്തിൽ വാർഡിന് പുറത്ത് ആ വാർഡിൽ ശുചിമുറികൾ ഉള്ളപ്പോൾ അതിന് പുറത്ത് ഉപയോഗിക്കാതെ കിടക്കുന്ന പണ്ടുണ്ടായിരുന്ന ശുചിമുറി ഭാഗത്തേക്ക് പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് പണ്ട് പൊളിച്ചു മാറ്റേണ്ടതായിരുന്നു. അധികാരികൾ അത് പൊളിച്ചു മാറ്റിയിട്ടില്ല. ഇത്രയും സത്യമായ കാര്യമാണ്. ഇതിൽ ന്യായീകരണത്തിന്റെ പ്രശ്നമില്ല, സത്യത്തിന്റെ പ്രശ്നമേ ഉള്ളൂ. അതിൽ ഒരു തരത്തിലുമുള്ള എന്തെങ്കിലും പ്രത്യേകമായ ഒരു കാര്യം ഇപ്പൊ സംഭവിച്ചില്ല. ദാരുണമായൊരു സംഭവം ഉണ്ടായെന്നുള്ള യാഥാർത്ഥ്യമാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.